ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്പ്രസ്സിൽ നമ്മൾ എങ്ങനെയാണ് മെയിൻ്റനൻസ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പ്ലഗിൻസിൽ വരാം. ഡാഷ്ബോർഡിൽ വന്നിട്ട് പ്ലഗിൻസിൽ വന്നിട്ട് ഇവിടെ ആഡ് ന്യൂവിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ മെയിൻ്റനൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. മെയിൻ്റനൻസ് മോഡ് എന്ന് ടൈപ്പ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും WP മെയിൻ്റനൻസ് മോഡ് ആൻഡ് കമ്മിങ് സൂൺ. ഈ ഒരു പ്ലഗിനാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് ആക്ടിവേറ്റും ചെയ്യാം. സോ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പേജ് നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. കാരണം നമ്മളിപ്പം നമ്മുടെ സാധാരണ ലോഗിൻ ചെയ്യുവാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യില്ല, കാരണം നമ്മൾ ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണ്. അതിനുവേണ്ടി ഞാനിപ്പം ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം നമ്മുടെ സൈറ്റ്. എന്നിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്യുമ്പം നമ്മുടെ സൈറ്റ് ഇപ്പോഴും സാധാരണ രീതിയിലുള്ള സൈറ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇത് ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ ഇത് ആക്ടിവേറ്റ് ആയിട്ടില്ല. സോ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. സോ അതിനുവേണ്ടി നമുക്കിവിടെ നമ്മുടെ ഈ സെറ്റിങ്സ് എന്ന ഈ ടാബിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഡാഷ്ബോർഡിൽ കാണുന്ന സെറ്റിങ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടാബിൻ്റെ അകത്ത് തന്നെ നമുക്കിവിടെ WP മെയിൻ്റനൻസ് മോഡ് എന്ന ഒരു ലിങ്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ആക്ടിവേറ്റഡ് സ്റ്റാറ്റസ് എന്ന് കാണാൻ കഴിയും. ജനറലിൽ സ്റ്റാറ്റസ്, ഇവിടെ നമുക്ക് ഡീആക്ടിവേറ്റഡ് എന്നാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ താഴെ വന്നിട്ട് ഇവിടെ സേവ് സെറ്റിങ്സ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ വന്നിട്ട് നമുക്ക് സൈറ്റ് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് മെയിൻ്റനൻസ് മോഡ് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കാണാൻ കഴിയുന്നതാണ്. ഇതിപ്പം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ ഒരു ഇമേജ് വല്ലതും വേണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഡിസൈനിൽ വരിക. ഡിസൈനിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ടൈറ്റിൽ, ഇവിടെ നമുക്ക് ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് വിടാം. ഈ ടൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ടൈറ്റിലാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഈ മോളിൽ കാണുന്നത് ഇതുണ്ടോ, മെയിൻ്റനൻസ് മോഡ് എന്ന് എഴുതി വന്നിട്ടില്ല, ഈ ടാബിൽ കാണുന്ന ഈ ടൈറ്റിലാണ് ഈ കാണിച്ചേക്കുന്ന ടൈറ്റിൽ. ഇപ്പം ഞാനിവിടെ എഴുതുവാണ് മെയിൻ്റനൻസ് മോഡ് ട്രാവൽ ബ്ലോഗർ. ഓക്കെ, സോ എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് സേവ് ചെയ്യുവാണെങ്കിൽ, സേവ് ചെയ്തിട്ട് നമ്മുടെ പേജ് നമ്മൾ റിഫ്രഷ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും മെയിൻ്റനൻസ് മോഡ് ട്രാവൽ വ്ളോഗർ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പേജിൽ നമുക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഡിസൈനിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വരാം. ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ഇവിടെ ഇപ്പം കസ്റ്റം കളറാണ്, നമുക്ക് വേണമെങ്കിൽ കളർ ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ മുമ്പേ വൈറ്റ് കളറായിരുന്നു കണ്ടിരുന്നത്. സോ ഇപ്പോഴത്തേക്ക് വേണ്ടി നമുക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ പ്രീ ഡിഫൈൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇമേജസുകൾ കാണാൻ കഴിയും, ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്. ഇത് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇമേജ് വേണമെങ്കിൽ നമുക്കിവിടെ അപ്ലോഡഡ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ഓക്കെ, ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ ഇമേജ് നമുക്ക് വേണ്ടത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പുതിയ ഇമേജ് അപ്ലോഡ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പം സാധാരണ ഒരു പ്രീ ഡിഫൈൻഡ് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഞാനിപ്പം ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഏതൊക്കെ ടാബിൽ നമ്മൾ
സെറ്റിങ്സ് ചെയ്യുന്നോ ആ ടാബിൻ്റെ താഴെ വന്നിട്ട് നമുക്ക് സേവ് ചെയ്യണം, അല്ലെങ്കിൽ സെറ്റിങ്സ് സേവ് ആകത്തില്ല, പ്ലഗിൻ വർക്കൗട്ട് ആകത്തില്ല. സോ ഇനി നമുക്ക് നമ്മുടെ ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ വന്നിട്ട് നമുക്ക് റീഫ്രഷ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ മെയിൻ്റനൻസ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ വളരെ സിമ്പിളാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വളരെ സിമ്പിളാണ്. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോയിൽ നിങ്ങൾ പുതിയതായിട്ട് വന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.